9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ജയറാമിനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം നമുക്ക് വാർത്തകൾ വേഗത്തിൽ നോക്കാം. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സംബന്ധിച്ച് MP ഗോവിന്ദൻ. ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കുമെന്നും MP ഗോവിന്ദൻ ന്യൂസ് 18നോട്. കാസർഗോഡ് ഇനി ജാഥാകാലം. CPMന്റെ വികസന മുന്നേറ്റ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ഫെബ്രുവരി 1 ആരംഭിക്കും. ഫെബ്രുവരി 6 VD സതീശന്റെ പുതുയുഗ യാത്ര കുമ്പളയിൽ നിന്ന്. BJPയുടെ ജാഥയും ജില്ലയിൽ നിന്ന്. നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുകളിലാണ് തിരുനാവായ മഹാമാഘം നടക്കുന്നതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ. എത്തുന്ന ആളുകളുടെ സംരക്ഷണ ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സ്വാമി ആനന്ദവനം ന്യൂസ് 18നോട്. 2028 തിരുനാവായയിൽ മഹാകുംഭമേള നടത്തും. അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ NCPയിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവം. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്ന് സുനിത്ര പവാറിനോട് നേതാക്കൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏറ്റെടുക്കണമെന്ന ആവശ്യം. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ US-ന്റെ യുദ്ധക്കപ്പൽ ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ട്രംപ്. US-ലും ഇസ്രായേലിലും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ. PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. അന്ത്യം പുലർച്ചെ കോഴിക്കോട് തിക്കൊടിയിലെ വീട്ടിൽ. മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തിയ കരടി വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽപ്പെട്ടു. TK കോളനി അയ്യപ്പക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. പൂജാദ്രവ്യങ്ങൾ കഴിക്കാനായി TK കോളനി, കവളമുക്കട്ട, ചുള്ളിയോട്, ചെട്ടിപ്പാടം, ഒളർവട്ടം, പൂഞ്ചു തുടങ്ങിയ മേഖലകളിലാണ് കരടി എത്തിയിരുന്നത്. കോഴിക്കോട് മാളക്കടവിൽ യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി വൈശാഖനും ഭാര്യയും യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്ത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് വൈശാഖൻ. ഇയാളുമായി തെളിവെടുപ്പ് ഇന്ന് നടത്തും. യുക്രൈൻ പ്രസിഡന്റിനെ സമാധാന ചർച്ചകൾക്കായി ക്ഷണിച്ച് റഷ്യ. സെലൻസ്കിയെ പുടിൻ കണ്ടേക്കും. അതിശൈത്യം കണക്കിലെടുത്ത് ഒരാഴ്ച വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചെന്ന് ട്രംപ്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ച് MP ഗോവിന്ദൻ. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിലാണ് UDF വർഗീയവാദികൾക്ക് ഒപ്പമാണെന്ന വിമർശനം ഉന്നയിക്കുന്നതെന്നും ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിൽ MP ഗോവിന്ദൻ പറഞ്ഞു. ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDFനും എതിരെ CPM നടത്തുകയാണ്. UDFും കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി അല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ രാഷ്ട്രീയ പ്രശ്നം. അവരെ എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ? എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുക 2000 മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല.
എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് എ കെ ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM-ആണ്. ആ CPM-ന് തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരെയൊക്കെ വേണോ അവരെല്ലാം തിരുത്തും, അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായിപ്പോയി അല്ലേ? അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ പറയേണ്ട കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. വായിക്കണം കൃത്യമായി. അല്ല, സജിച്ചേട്ടൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPIM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്, മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. പറയാൻ പറ്റാതെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. ഏത് പറഞ്ഞ എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്, അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. ഞങ്ങൾ വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് വർഗീയത. അതേയല്ല, നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അതിൽ ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ, ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ടാകാം എന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ഇത് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അതെ, അത് UDF-ഉം പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ വേറെ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കും. അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാവാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല, ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവർ വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടിക്കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവരവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ VD സതീശൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്ക് വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തില് തെളിനീരാണ്. അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ
അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അത് അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയോ അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. PD സതീശന് പറയാൻ പറ്റുമോ? എന്നിട്ട് ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് പറയാൻ ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തിനാ അങ്ങനെ അവർ പറഞ്ഞു? അവർക്കാവാം നമുക്കാവിക്കൂടാന്ന് പറയുന്നത് വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ നാളെയാണ് കാര്യവട്ടത്ത് ഇന്ത്യയുടെ ഇന്ത്യ ന്യൂസിലൻഡ് അവസാന T20 മത്സരം നടക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇന്ത്യൻ ടീം അംഗങ്ങൾ എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കനത്ത സുരക്ഷയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും പരിസരവും. ടീം അംഗങ്ങൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദർശനം നടത്തി അവിടെ അവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ മടങ്ങും. അതിനുശേഷം പ്രാക്ടീസ് സെക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ കാര്യവട്ടത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇന്ത്യൻ ടീം അംഗങ്ങൾ ദർശനത്തിനായി പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പൊതുജനങ്ങൾക്കടക്കം റെസ്ട്രിക്ഷൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് എല്ലാ സുരക്ഷയും ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ വൈകുന്നേരമാണ് ഇന്ത്യൻ ടീം അംഗങ്ങൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അംഗങ്ങൾക്ക് ഊഷ്മള സ്വീകരണം വിമാനത്താവളത്തിൽ നൽകിയിരുന്നു. സഞ്ജു സാംസൺ ഹോം മാച്ച് കളിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിനുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാന് അതീവ സുരക്ഷയിലാണെന്ന് മനസ്സിലാക്കുന്നു. ക്യാമറയൊക്കെ ചെല്ലുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഞാൻ കണ്ടു. അല്പസമയം മുമ്പാണ് ഇന്ത്യൻ താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് തുടങ്ങിയവരൊക്കെ വാഹനത്തിലുണ്ടായിരുന്നു. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് അവരെ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. നമുക്കറിയാം, അടുത്ത ദിവസമാണ് ന്യൂസിലൻഡുമായുള്ള 2020 മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായി ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ഇന്ത്യൻ താരങ്ങൾ എത്തിയത്. അവിടെയും ആവേശകരമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത്. ഇന്ന് ഇരു ടീമുകളും പരിശീലനത്തിനായി അവിടെ ഇറങ്ങുന്ന സാഹചര്യമുണ്ട്. ഉച്ചയ്ക്ക് ന്യൂസിലൻഡ് ടീമായിരിക്കും ആദ്യം പരിശീലനത്തിന് ഇറങ്ങുക. വൈകുന്നേരം 4:30 ഇന്ത്യൻ താരങ്ങളും പരിശീലനത്തിനായി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ എത്തും. എന്തായാലും അതിന് മുന്നോടിയായിട്ടാണ് ഇന്ത്യൻ താരങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിനായി ഇവിടേക്ക് എത്തുന്നത് എന്നതാണ് എടുത്ത് പറയേണ്ടുന്നത്. അല്പസമയത്തിനകം ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി താരങ്ങൾ പുറത്തേക്ക് വരും. ഇവരെത്തുന്നതറിഞ്ഞ് നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയുടെ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. എന്തായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലാണ് ഇന്ത്യൻ താരങ്ങൾ ക്ഷേത്ര ദർശനത്തിനായി വടക്കേ നടയിലേക്ക് എത്തിയിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് ഇന്ത്യൻ താരങ്ങൾ ദർശനത്തിനായി വടക്കേ നട വഴിയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, പോലീസിൻ്റെയും മറ്റും സാന്നിധ്യം അവിടെയുണ്ട്. നേരത്തെ അവർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ടീം ഇന്ത്യ പ്രത്യേക വാഹനത്തിൽ. നമുക്ക് ദൃശ്യങ്ങളിൽ ചില താരങ്ങളെയൊക്കെ കാണാം. അവർ നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കായിരുന്നു. മാധ്യമങ്ങൾക്കടക്കം അവിടെ നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് അവരുടെ വളരെ അടുത്തുള്ള ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ കോച്ച് ഗൗതം ഗംഭീർ അടക്കമുള്ള ആളുകൾ ടീം അംഗങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് എന്നിവർ ദർശനത്തിനായി എത്തിയവരുടെ കൂട്ടത്തിലുണ്ട്. നമുക്ക് മറ്റ് പേരുവിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. എന്നാലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങൾ ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ്.
അല്പസമയത്തിനകം ടീമംഗങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്ത് ഇറങ്ങും. ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് മലപ്പുറത്തേക്കൊന്ന് പോകണം. അവിടെ വെട്ടിച്ചിറയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടക്കുകയാണ്. പോലീസിന്റെ സാന്നിധ്യത്തിൽ രാവിലെ 6 മുതലാണ് ടോൾ പിരിവ് ആരംഭിച്ചത്. പണി പൂർത്തിയാക്കാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അപ്പുറത്ത് എടപ്പാൾ സംഘമുണ്ട്, ഇതിനകത്ത് അപ്പുറത്ത് കാർത്തല സംഘമുണ്ട്, അപ്പുറത്ത് ഫറൂഖ് സംഘമുണ്ട്. ഈ പേരുകൾക്ക് പിന്നിലൊക്കെ ഒരു ചരിത്രമുണ്ട്. പഴയ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചരക്ക് വാഹനങ്ങൾക്കും കാളവണ്ടികൾക്കും ഒരു ദേശത്ത് നിന്നും ശരി, ഏതായാലും അവിടെ പ്രതിഷേധം ശക്തമാണ്. ടോൾ പിരിവിനെതിരെയുള്ള നേരത്തെ കുമ്പളയിലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. സമാനമായി മലപ്പുറത്തും ലീഗ് പ്രതിഷേധം ഏറ്റെടുത്തിരിക്കുകയാണ്. കാട്ടുകള്ളന്മാരായിരുന്നു ഇത് ചെയ്തിരുന്നത് എങ്കിൽ ഇന്ന് നാട്ടുകള്ളന്മാരായ സ്വദേശി കുത്തക മുതലാളിമാരാണ് ഗവൺമെന്റുകളുടെ ഒത്താശയോടുകൂടെ ഈ ചുങ്കത്തിന് അവസരമൊരുക്കി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്, നിങ്ങൾ ഇതിലെ മറ്റൊരു തമാശ എന്താന്ന് വെച്ചാൽ ദേശീയപാതയിലെ ഏറ്റവും അധികം ചുങ്കം കൊടുക്കേണ്ടത് ഈ വെട്ടിച്ചിറ ചുങ്കത്താണ്. ഏറ്റവും അധികം. അപ്പുറത്ത് എവിടെ പോയാലും ഇത്ര ചുങ്കമില്ല. എന്തുകൊണ്ടാണ് ഈ വെട്ടിച്ചിറ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ ബൂത്താണിത്? ഈ ടോൾ ബൂത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് ദേശീയപാത മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കോടതികൾ നിർദ്ദേശിച്ച മലപ്പുറത്തുള്ള പ്രതിഷേധമാണ്. എന്താണ് ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം? ടോൾ പിരിവ് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണോ? രഞ്ജിത്ത്, ദേശീയപാതയിൽ വളാഞ്ചേരി വെട്ടിച്ചിറയിലാണ് ഇപ്പോൾ ഇവിടുത്തെ മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ ഉള്ളത്. അവിടെ ഇന്ന് മുതൽ ടോൾ ഈടാക്കാൻ തുടങ്ങിയിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ UDF-ന്റെ പ്രതിഷേധം ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. തിരൂരിലെയും അതുപോലെ തന്നെ കോട്ടക്കൽ മണ്ഡലത്തിലെയും ലീഗ് UDF പ്രതിനിധികൾ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഉയരുന്ന ആവശ്യം ഈ ദേശീയപാതയിലെ ഈ സ്ട്രെച്ചിലെ നിർമ്മാണം പൂർത്തീകരണം കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കുരിയാട് അവിടെയുള്ള നിർമ്മാണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിർമ്മാണം പൂർത്തിയാകാതെയാണ് ഈ ദേശീയപാതയിൽ ടോൾ പിരിവ് തുടങ്ങിയിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആക്ഷേപം. 140 രൂപയാണ് കാറിന് ഒരു വശത്തേക്ക് കടന്നു പോകാനുള്ള നിരക്ക്. അതിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള ഇളവുകൾ വേണമെന്നും ജില്ലാ പലതവണ കടന്നു പോകുന്നവർക്ക് ഇളവുകൾ വേണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ട് ഉയരുന്ന ഒരു ആവശ്യം ഈ പണി പൂർത്തീകരിക്കാത്ത ദേശീയപാതയുടെ ഈ മേഖലയിലൂടെയുള്ള ടോൾ പിരിവ് ഇപ്പോൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച ശേഷം മാത്രമേ ഇത്തരം നടപടികളിലേക്ക് പോകാനാകൂ എന്നൊരാവശ്യമാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. വലിയ തോതിൽ തന്നെ പ്രതിഷേധക്കാരുടെ ഒരു സാന്നിധ്യം കൂട്ടമായി എത്തി ടോൾ പ്ലാസയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ സന്നാഹവും ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായിട്ട് വെട്ടിച്ചിറയിൽ സജ്ജമായിട്ടുണ്ട്. കാരണം വരും മണിക്കൂറുകളിലും പ്രതിഷേധത്തിന്റെ സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. അടുത്ത ദിവസം ദേശീയപാത അതോറിറ്റി അധികൃതരും ജില്ലാ കളക്ടറും ഈ വിഷയത്തിൽ സമവായ ചർച്ചകൾ നടക്കുമെന്ന വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ടോൾ പ്ലാസയിലാണ് പ്രതിഷേധം. ദേശീയപാതയിലെ വെട്ടിച്ചിറയിൽ ദേശീയപാതയിലെ ടോൾ പിരിവിനെതിരെ മുസ്ലിം നേതൃത്വത്തിൽ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക് പോകണം. പശ്ചിമേഷ്യ യുദ്ധഭീതി. US-ന്റെ എബ്രഹാം ലിങ്കൻ എന്ന യുദ്ധക്കപ്പൽ ഇറാൻ ലക്ഷ്യമിട്ട് നീങ്ങി തുടങ്ങി. പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ നീങ്ങിയാൽ US-നും ഇസ്രായേലിനും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ ഭരണകൂടം. അങ്ങനെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ, വാക്കുകൾക്കുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിനിടയിൽ യൂറോപ്യൻ യൂണിയൻ ഇറാന് കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. MG മിഥുൻ, ശരിയാണ്. മിഥുന്, യുദ്ധം ആസന്നമാണ് എന്നാണോ? സമാധാന ശ്രമങ്ങൾ എങ്ങും പുരോഗമിക്കുന്നില്ല. ട്രംപിന്റെ ഭീഷണി അത് ആവർത്തിക്കുന്നുണ്ട്. ഒട്ടും വിടാതെ ഇറാനും. രഞ്ജിത്ത്, ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾക്കായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, മറുവശത്ത് യുദ്ധസമാന ഭീതി അത് വളരെ രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ട്രംപ് ഒരു തരത്തിലും പിന്നോട്ടില്ല. അതായത് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പദ്ധതി അത് അംഗീകരിക്കുന്നവരെ ഈ രീതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം കൂടി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതിനിടെ ഈ യുദ്ധസാധ്യത മുറുകുന്നതിനിടയിൽ അല്പസമയത്തിന് മുമ്പ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് US നേവിയുടെ ആളില്ലാ വിമാനം ഇത്തരത്തിൽ നോർത്ത് റോപ്പ് ഗ്രമ്മൻ എന്ന MQ-4C
ടൈറ്റൻ ആളില്ല വിമാനം ദീർഘനേരമായി ഇറാന്റെ ഈ തീരത്തിന് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കടൽ നിരീക്ഷണത്തിലുള്ള ആളില്ല വിമാനമാണ് ഈ MQ-4C ടൈറ്റൻ എന്ന് പറയുന്നത്. അത് അവിടെ സുരക്ഷ സംബന്ധിച്ച് മറ്റേതെങ്കിലും തരത്തിൽ ത്രട്ടനിങ് ഉണ്ട് എങ്കിൽ അക്കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ വിമാനം വിന്യസിക്കുക. നമുക്കറിയാം ഈ ഫ്ലൈറ്റ് റഡാറിലെ ഡേറ്റ പ്രകാരം പുലർച്ചെ 3:48 മുതൽ ഈ വിമാനം നിരന്തരം ഇറാന്റെ തീരത്ത് ഈ ഹോർമുസ് കടലിടുക്കിന് സമീപത്തായി, അതായത് അവിടേക്ക് പറന്നു വരുന്നു. അങ്ങനെ 3-4 തവണ ഈ ഒരു പരീക്ഷണ പറക്കൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സഞ്ചാരപാതയിൽ, ഈ വിമാനത്തിന്റെ സഞ്ചാരപാതയിലാണ് ഇറാന്റെ ഡ്രോൺ വാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള ഷാഹിദ് ബഹേരി നിലവിലുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം നേരത്തെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ, യുഎസിന്റെ യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങുന്നുണ്ട്. അതിനും മുന്നോടിയായി തന്നെയാണ് ഇറാൻ അവിടെ അവരുടെ യുദ്ധവാഹിനിയായിട്ടുള്ള കപ്പൽ വിന്യസിക്കുകയും ചെയ്ത് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത്. ഈ കപ്പലിന്റെ വിന്യാസം ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ ത്രട്ടനിങ് ഉണ്ടാകുന്ന അടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആളിലെ വിമാനത്തെ ഉപയോഗിച്ചുകൊണ്ട് US നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ചില സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഈ മോസ്കോയിലെ ക്രെംലിനെ കേന്ദ്രീകരിച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും ഒപ്പം തന്നെ റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയും ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ അന്തരീക്ഷം മാറ്റി ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവിധ വാഗ്ദാനങ്ങളും റഷ്യ നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ജോർദാനിലെയും ഖത്തറിലെയും ഡീഗോ ഗാർഷിയയിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങളിലേക്ക് നിരവധി പോർവിമാനങ്ങൾ എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കം അത് വീണ്ടും US ഭാഗത്തു നിന്ന് നിരന്തരം ഇത്തരത്തിലുള്ള ഭീഷണി ഉയർത്തിയാൽ അതിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 6 മാസം മുമ്പ് ഒരു സംഘർഷ സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇറാനെ ആക്രമിച്ച ആ ഒരു 12 ദിവസത്തെ അറ്റാക്കിൽ നിരവധി പാഠങ്ങൾ തങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കരകയറി വരികയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഏതൊരു ആക്രമണം ഉണ്ടായാലും അതിന് തക്കതായ രീതിയിലുള്ള മറുപടി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കുപോക്കുകളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവർ പറയുന്ന ഒരു കാര്യം, പരസ്പരം പ്രയോജനകരമായിട്ടുള്ള ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു ആണവ കരാറിനെയാണ് ഞങ്ങൾ ഇപ്പോഴും അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഭീഷണിയില്ലാതെ ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയുള്ള കരാറാകണം US മുന്നോട്ട് വെക്കേണ്ടത്. അതല്ലാതെ ഈ സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള കരാറിൻ്റെ ഇറാന്റെ അവകാശം അത് ഉറപ്പാക്കുകയും വേണം ഈ കരാറിൽ എന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പോൾ US മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ പദ്ധതിയിൽ അല്ലെങ്കിൽ ആ ഒരു കരാറുമായി ഒരു തരത്തിലും അംഗീകരിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് തന്നെയാണ്. ആണവ പദ്ധതി സംബന്ധിച്ച പുതിയ കരാറിന് വഴങ്ങില്ല എന്നും ഒരിക്കൽ കൂടി ഈ ട്രംപിന്റെ മുന്നറിയിപ്പിന് മറുപടിയായി ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇരു രാജ്യങ്ങളും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. യുദ്ധ സാഹചര്യം പശ്ചിമേഷ്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് US യുദ്ധവാഹിനികൾ കൂടുതൽ അവിടേക്ക് എത്തുന്നു, പോർവിമാനങ്ങൾ അവിടേക്ക് എത്തുന്നു, ആളില്ല വിമാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണ പറക്കലുകൾ നടക്കുന്നു. ഒപ്പം തന്നെ ഇറാന്റെ യുദ്ധവാഹിനി കപ്പലായ ഷഹീദ് ബഹേരിയെ കേന്ദ്രീകരിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ എന്തൊക്കെയാണ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം ഇപ്പോൾ US ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ യുക്രൈൻ പ്രസിഡന്റിനെ സമാധാന ചർച്ചകൾക്കായി റഷ്യ ക്ഷണിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. സെലൻസ്കിയെ പുടിൻ കണ്ടേക്കും. അതിശൈത്യം കണക്കിലെടുത്ത് ഒരാഴ്ച വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചുവെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. മിഥുന്, ഒരു ഭാഗത്ത് അമേരിക്ക യുദ്ധത്തിൽ തയ്യാറെടുക്കുമ്പോൾ മറുഭാഗത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമമുണ്ട്. പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ റഷ്യയും വ്ളാഡിമിർ പുടിനും ഏതാണ്ട് അതേ മനസ്സോടെയാണ് എന്നാണോ? അതായത് അതിശൈത്യമാണ് ഇരു രാജ്യങ്ങൾ നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു ആഴ്ച കാലത്തേക്ക് ഒരു താൽക്കാലിക വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് പുടിനും ഒപ്പം തന്നെ സെലൻസ്കിയും ഈ ഒരു വിഷയത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മധ്യസ്ഥതയിലൊക്കെ ചർച്ചകൾ ഇതിനോടകം തന്നെ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഈ ഒരു കല്ലുകടിയായി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ
റഷ്യ പിടിച്ചടക്കിയിട്ടുള്ള ആ സ്ഥലങ്ങൾ, ആ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയിലെത്താൻ ഇതുവരെയും ഈ രാജ്യങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. റഷ്യ ഇപ്പോഴും ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. തങ്ങൾ പിടിച്ചടക്കിയിട്ടുള്ള ഡോൺബോസ് അടക്കമുള്ള മേഖലകൾ അത് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അത് ഞങ്ങളുടെ കൈവശമാണ്, തങ്ങളുടെ അധീനതയിലാണ് ആ പ്രദേശങ്ങളുള്ളത്, തങ്ങളുടെ സൈന്യമാണ് അവിടെ ഉള്ളത്. അവിടെ യുക്രൈനെ സംബന്ധിച്ച് ഇനിയൊരു സാധ്യത അവിടേക്ക് തിരിച്ചു വരിക എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് ഈ മധ്യസ്ഥ ചർച്ചകളിലൊക്കെ റഷ്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ചർച്ചയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പുടിൻ ഈ ഒരു ഒരാഴ്ച കാലത്തെ വെടിനിർത്തലിന്, ഒരു താൽക്കാലിക വെടിനിർത്തലിന് അംഗീകാരം നൽകിയതായിട്ടുള്ള ഒരു വിവരമാണ് പുറത്തു വരികയും ചെയ്യുന്നത്. അത് US പ്രസിഡന്റ് പറയുന്ന അനുസരിച്ച് അത് എല്ലാ കാലത്തെയുമായി, അതായത് ഒരു ദീർഘകാലത്തെ വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് പോകും. ഈ ഒരാഴ്ച വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യ ചില വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു. അതായത് വീണ്ടും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പ്രത്യേകിച്ച് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. റഷ്യൻ പ്രസിഡന്റും വ്ളാഡിമിർ സെലൻസ്കിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച വൈകാതെ ഉണ്ടാകുമെന്നോട് പറയുന്നു. അതിനായി മോസ്കോയിലേക്ക് സെലൻസ്കിയെ വീണ്ടും റഷ്യ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു മറുപടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ഇതുവരെയും സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻകാലങ്ങളിലും സമാന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതായത് മോസ്കോയിലേക്ക് പോയി ചർച്ച നടത്താൻ തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച നിലപാട് സെലൻസ്കിയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതല്ല മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത്, നേരത്തെ നമുക്കറിയാം പല രാജ്യങ്ങളും കേന്ദ്രീകരിച്ച ഒരു മധ്യസ്ഥ ചർച്ച നടത്താം. അവിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അധ്യക്ഷതയിൽ ഈ 3 രാഷ്ട്രത്തലവന്മാരും ചേർന്നുകൊണ്ടുള്ള ഒരു ത്രികക്ഷി കൂടിയാലോചന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അതിന് റഷ്യ തയ്യാറാവുകയും ചെയ്യാത്ത വന്നതോടുകൂടിയാണ് ആ ഒരു ചർച്ചയൊക്കെ വഴിമുട്ടി പോവുകയും ചെയ്തത്. എന്തായാലും ഇപ്പോഴും റഷ്യ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. മോസ്കോയിലേക്ക് വന്നാൽ ചർച്ചയാകാമെന്നുള്ള നിലപാടാണ് റഷ്യ. ശരി, മിഥുൻ, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അജിത് പവാറിന്റെ വിയോഗത്തോടെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം ഭാര്യ സുനേത്ര പവാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം NCPയിൽ ശക്തം. തുടർ നടപടികൾക്കായി NCP നേതാക്കൾ ഉടൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഫെബ്രുവരി 8-ാം തീയതി ഇരുവിഭാഗം NCPകളും ഐക്യപ്രഖ്യാപനം നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് അജിത് പവാറിന്റെ അപ്രതീക്ഷിത വിയോഗമെന്ന വിവരങ്ങളും പുറത്തുവന്നു. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ആകെ അനിശ്ചിതാവസ്ഥയുണ്ട് അജിത് പവാർ വിഭാഗം NCPയിൽ. ഭാര്യ നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോംവഴി. അതിനവർ തയ്യാറാകുമെന്നാണോ? BJP അടക്കം ഇക്കാര്യം അംഗീകരിക്കണം. ഒപ്പം ലയനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാകണം. രഞ്ജിത്ത്, നിർണായക മണിക്കൂറിലൂടെയാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് NCP. കാരണം അജിത് പവാർ എന്ന് പറയുന്ന ഒറ്റ നേതാവിനെ മുൻനിർത്തിയാണ് ആ പാർട്ടി രണ്ടായി പിളരുന്നതും പിന്നീട് മഹാസഖ്യത്തിൽ അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന മഹായുതി സഖ്യത്തിൻ്റെ ഭാഗമാകുന്നതും അവർ. ഏതായാലും അജിത് പവാറിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൻ്റെ നടുക്കത്തിലാണ് നേതാക്കൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 66 വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം. ഏതായാലും നിർണായക ചർച്ചകൾ ഇപ്പോൾ NCPയിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാര്യ സുനേത്ര പവാർ തന്നെ നേതൃത്വം ഏറ്റെടുക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്നലെ പ്രഫുൽ പട്ടേലും ഛഗൻ ഭുജ്ബലും ഒക്കെ തന്നെ സുനേത്ര പവാറുമായി ചർച്ച നടത്തി ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. 2 ദിവസത്തിനകം തന്നെ NCPയുടെ യോഗം ചേരും. ഇതിനുശേഷം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഫഡ്നവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാണ് അജിത് പവാർ. ഏതായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകേണ്ടതില്ല എന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കുന്നുണ്ട്. സുനേത്ര പവാറിനെ ആ പദവിയിലേക്ക് കൊണ്ടുവരിക, ഒപ്പം തന്നെ പാർട്ടിയുടെ അധ്യക്ഷ പദവിയിലും അവരെ കൊണ്ടുവരിക, അത്തരം ചർച്ചകളാണ് ഇപ്പോൾ NCPയിൽ ഏതായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഫഡ്നവിസുമായും ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച ഉടൻ നടത്തുമെന്നാണ് ഇപ്പോൾ NCP നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ബാരാമതി മണ്ഡലത്തിൽ നിന്നാണ് അജിത് പവാർ 1991 മുതൽ തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അദ്ദേഹം കോൺഗ്രസിലായി ആകുമ്പോഴും പിന്നീട് NCPയിൽ വന്നപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ തട്ടകം ബാരാമതിയാണ്. അവിടെ നിന്ന് നിലവിൽ രാജ്യസഭാംഗമായ സുനേത്രയെ മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിക്കുക. ഇതാണിപ്പോൾ ഏതായാലും NCP നേതാക്കൾ കണക്കുകൂട്ടുന്നത്. ഒപ്പം തന്നെ നേതാക്കൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ശരത് പവാർ പക്ഷവുമായി ലയന ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു. 8-ാം തീയതി അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്താനിരിക്കെയാണ് അജിത് പവാറിൻ്റെ അപ്രതീക്ഷിത വിയോഗമുണ്ടായതെന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും നിലവിൽ അജിത് പവാർ ഉള്ളപ്പോൾ തന്നെ കൈക്കൊണ്ട തീരുമാനമാണ് ഇരു പാർട്ടികളും ഒന്നിക്കുക എന്നുള്ളത്. ആ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നേതാക്കൾ ഈ ഘട്ടത്തിൽ ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം
ഈ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പൂനെയിലും ഒപ്പം തന്നെ പിമ്പിരി ചിഞ്ചുവാഡിലും ഒക്കെ തന്നെ ഈ രണ്ടു പാർട്ടികളും ഒന്നിച്ചാണ് മത്സരിച്ചത്. എന്നിട്ട് പോലും അവിടെ ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ രണ്ട് പാർട്ടികളുടെയും നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഐക്യം അനിവാര്യമാണെന്ന് ഏതായാലും നേതാക്കൾ പറയുന്നുണ്ട്. ഏതായാലും സുനേത്ര പവാറിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണിപ്പോൾ ഏതായാലും നേതാക്കൾ ലക്ഷ്യം വയ്ക്കുന്നത്. രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണെന്നും നിരവധി തവണ വീട്ടിൽ വന്ന പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ജയറാം മൊഴി നൽകി. കേസിൽ ജയറാമിനെ മാപ്പ് സാക്ഷിയാക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ശരി ഡാന്, ജയറാമുമായി ഉള്ള ചിത്രങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. എന്തുകൊണ്ട് ജയറാമിനെ ചോദ്യം ചെയ്തില്ല എന്ന ചോദ്യങ്ങളും നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ അത് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ ഡാൻ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമുമായി സൗഹൃദമുണ്ടായിരുന്നു, വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ചില ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അന്ന് ജയറാം നടത്തിയ പ്രതികരണം പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് കണ്ടുള്ള സൗഹൃദമാണ്, അയാൾ ഇങ്ങനെയൊരു വലിയൊരു ഗൂഢാലോചനയിലോ കുറ്റകൃത്യത്തിലോ പങ്കെടുക്കുമെന്ന കാര്യം താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല എന്നാണ്. എന്തായാലും തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് SIT ജയറാമിൻ്റെ വസതിയിലെത്തി ജയറാമിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചോദ്യം ചെയ്യലിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര നാളായി ബന്ധമുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ സൗഹൃദം തുടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴൊക്കെ ജയറാമിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണം അത് അല്ലെങ്കിൽ ആ പാളികൾ അത് പൂജകളുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ച് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ജയറാമിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തുടരന്വേഷണത്തിൽ ജയറാമിൻ്റെ ഭാഗത്തു നിന്നെടുത്ത മൊഴി കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്താനുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും SIT എത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയറാമിൽ നിന്ന് ഈ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ജയറാം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം SIT നടത്തുമെന്നാണ് വിവരം. ശരി ഡാൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യാപേക്ഷയുമായി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് അപേക്ഷ നൽകും. റിമാൻഡ് കാലാവധി 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് നീക്കം. സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ നൽകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് മാളിക്കടവിൽ യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി വൈശാഖനും ഭാര്യയും യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് വൈശാഖൻ. ഇയാളുമായി തെളിവെടുപ്പ് ഇന്ന് ഉണ്ടായേക്കും എന്നാണ് വിവരം. ഭക്തിസാന്ദ്രമായി തിരുനാവായ മഹാമാഘ മഹോത്സവം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാഘ മഹോത്സവ വേദിയിൽ അല്പം മുമ്പ് എത്തിയിരുന്നു. തിരുനാവായ ഇനി ദക്ഷിണ ഭാരതത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ആധ്യാത്മിക വിനോദ സഞ്ചാരത്തിൻ്റെ അനന്ത സാധ്യതകൾ ആണ് മഹാമാഘം തുറന്നിടുന്നത്. ഇതിൻ്റെ എല്ലാ ഗുണം ചെറുകിട കച്ചവടക്കാർക്ക് വരെ ലഭിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തിരുനാവായ മഹാമാഘമഹോത്സവം ഭക്തജനങ്ങളോട് മഹാമാഘവേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. തിരുനാവായയുടെ മണ്ണിൽ മണൽപ്പരപ്പിൽ വലിയ ആഘോഷമാണ്. സുരേഷ് ഗോപിയുടെ വാക്കുകളിലേക്ക്. ദക്ഷിണ ഭാരതത്തിലെ 5 സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിനും നിളയ്ക്കും ചാർത്തിക്കിട്ടുന്നത്. ഇതിൻ്റെ മഹത്വം, ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത, അതിൻ്റെ ശുദ്ധി, ഫോക്കസ്, അതുകൊണ്ട് അനുഗ്രഹമായി ഇനി ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് ദക്ഷിണ
ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു കാഴ്ചപ്പാടാണ്. സി വി അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയ ജനപ്രവാഹമാണ്. പതിനായിരങ്ങളെ പ്രതീക്ഷിച്ചത് ലക്ഷങ്ങളായി മാറുന്നു. ഭക്തജന പ്രവാഹം തുടരുകയാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, മാഘമകം അതിന്റെ അവസാന പാദത്തിലേക്ക് കടക്കുമ്പോൾ വലിയ തീർത്ഥാടക പ്രവാഹമാണ്, വിശ്വാസികൾ പ്രവാഹമാണ് നമുക്ക് തവനൂരിലും തിരുനാവായിലും കാണാൻ സാധിക്കുന്നത്. ഭാരതപ്പുഴയുടെ 2 കരകളിലുമായിട്ട് നടക്കുന്ന ഈ ഒരു മാഘമകത്തിലേക്ക് ഇതിനോടകം തന്നെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞിരിക്കും. ഇനി അടുത്ത ദിവസങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന പാദ ദിവസങ്ങളാണ്. ഫെബ്രുവരി 3-ാം തീയതി വരെയാണ് ഈ ഒരു മാഘമകം നടക്കുക. അതിന്റെ ഭാഗമായിട്ട് ഇതിനോടകം തന്നെ ഭാരതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സന്യാസി സമൂഹത്തിലെ പ്രതിനിധികളും അതുപോലെ തന്നെ പല മഠങ്ങളിലെ പ്രതിനിധികളും സാധാരണക്കാരും തീർത്ഥാടകരും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഈ രാവിലെ ഈ നിലയുടെ ഇരുകരകളിലും വിവിധ പൂജകളാണ് നടക്കുക. ഉച്ചയ്ക്ക് ശേഷമാണ് നിള ആരതി നടത്തുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഈ നിള ആരതി തന്നെയാണ്. ഭാരതപ്പുഴയെ ദൈവമായി സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ഒരു നിള ആരതി നടത്തുക. അതിന്റെ വിവിധ സങ്കല്പത്തിലുള്ള പൂജകൾ ഈ ഒരു സമയത്ത് ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായിട്ട് നടക്കും. ഭാരതപ്പുഴയുടെ ഇരുകരകളിലുമായിട്ട് നടക്കും. കാശിയിൽ നിന്നുള്ള വാരണാസിയിൽ നിന്നുള്ള പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും. അവിടെ ഈ ഗംഗാ ആരതി നിർവഹിക്കുന്ന അതേ പണ്ഡിറ്റുകൾ തന്നെയാണ് ഇവിടെയും ഈ നിള ആരതി നടത്തുന്നത്. അത്തരത്തിൽ വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും വലിയൊരു ജനപ്രവാഹം നമുക്കിവിടെ കാണാൻ സാധിക്കാറുള്ളത്. ഈ താൽക്കാലിക പാലത്തിലൂടെ തിരുനാവായ ഭാഗത്തും അതുപോലെ തന്നെ ബ്രഹ്മക്ഷേത്രത്തിനും ശിവക്ഷേത്രത്തിനും ഇടയിലുള്ള മേഖലയിലാണ് ഇവിടെ തവനൂർ ഭാഗത്തും ഈ ഒരു മാഘമകത്തിനുള്ള ചടങ്ങുകൾ നടക്കുന്നത്. വലിയ തിരക്കനുഭവപ്പെടുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്കുണ്ടാകും. മാത്രമല്ല രഥഘോഷയാത്രകളടക്കമുള്ള വിവിധ ആഘോഷങ്ങളും അതുപോലെ തന്നെ തൈപ്പൂയത്തിൻ്റെ പ്രത്യേക പൂജകളും ആഘോഷങ്ങളും ഒക്കെ ഈ ദിവസങ്ങളിൽ 1-ാം തീയതിക്ക് ശേഷവും നടക്കാനിരിക്കെ ഈ ഒരു പൂജകൾ അതിൻ്റെ അവസാന പദത്തിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു തീർത്ഥാടക പ്രവാഹം തന്നെയാണ് തിരുനാവായിലേക്കും തവനൂരിലേക്കും ഭാരതപ്പുഴയിലേക്ക് കാണാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്. സി വി അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. തവനൂരിൽ മഹാമാഘ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് അമൃതാനന്ദമയി മഠമാണ്. 10 വർഷം മുമ്പ് തുടങ്ങിവെച്ച മഹാമഖം ഇന്ന് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രവാഹമായി മാറിയതിൻ്റെ നിർവൃതിയിലാണ്. താനൂർ മഠാധിപതി സ്വാമിനി അതുല്യമൃത പ്രാണം. ഭാരതപ്പുഴയുടെ ഇരുകരകളിലും മഹാമഖം ആഘോഷിക്കുകയാണ്. 2 ഇടങ്ങളിലേക്കും ജനലക്ഷങ്ങളുടെ വലിയ പ്രവാഹമാണ്. തവനൂർ ഭാഗത്ത്, അതായത് തവനൂർ ശിവക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും നിലനിൽക്കുന്ന ഭാഗത്തുള്ള മഹാമഖത്തിന് നേതൃത്വം കൊടുക്കുന്നത് മാതാ അമൃതാനന്ദമയി മഠമാണ്. അതുല്യാമൃതമയി അമ്മ നമ്മോടൊപ്പം ചേരുന്നു. താനൂർ മഠാധിപതിയാണ്. അമ്മ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തോന്നുന്നത്? ഈ മാഘമഖ മഹോത്സവം 2016 മുതൽ തിരൂർ ദിനേശൻ്റെയും മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്താലും തുടങ്ങി വെച്ച മാഘമഖം എന്ന ആഘോഷമാണ് ഇന്ന് കുംഭമേളയായി മാറിയത്. കുംഭമേള എന്ന വാക്കിലൂടെ തന്നെ കേരളം മുഴുവൻ അതിശയിച്ച് നിൽക്കുകയാണ്. പ്രയാഗ്രാജിലൊക്കെ പോയി കുംഭമേള കാണാത്ത അനവധി ആൾക്കാർക്ക് തിരുനാവായിലും തവനൂരും നടക്കുന്ന കുംഭമേള കാണാൻ ആദരവോടെ ആരാധനയോട് കൂടിയിട്ടാണ്, ആകാംക്ഷയോടെ കൂടിയിട്ടാണ് ഈ ജനലക്ഷങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവർക്ക് ആത്മീയമായ ഒരു നിർവൃതി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു മൈൻഡിൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അനുഭൂതി ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഓരോ ദിവസങ്ങളും തുടക്കത്തിലുള്ള ജനസഹസ്രങ്ങളല്ല ഇന്ന് കാണുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ഒരു അനുഭൂതി നുകരുവാനും ആത്മീയമായ തണലിൽ വിശ്രമിക്കുവാനും വേണ്ടി ഇവിടെ എത്തുന്നത്. നമുക്കറിയാം, എല്ലാവരുടെ മനസ്സുകളും ഇന്ന് വളരെയധികം വ്രണപ്പെട്ടിട്ടുണ്ട്. തിരക്ക് പിടിച്ച ഈ ലോകത്തിൽ അല്പമെങ്കിലും ആത്മശാന്തി, സമാധാനം, സന്തോഷം ഒക്കെ കിട്ടുവാൻ വേണ്ടി പലയിടത്തേക്കും ജനങ്ങൾ പുറത്തേക്ക് പായുകയാണ്. അമ്മ പറയാറുണ്ട്, 2 തരത്തിലുള്ള ലഹരിയാണ് ഉള്ളത്. ഒന്ന് രാസലഹരിയും ഒന്ന് ഭക്തിയുടെ ലഹരിയും. രാസലഹരി ഇന്നത്തെ യുവാക്കൾ മുഴുവൻ സന്ധ്യ കഴിഞ്ഞാൽ അതിലാണ്. ഭക്തിയുടെ ലഹരിയാണ് ഇന്നിവിടെ കാണുന്നത്. എങ്ങനെയാണ് ഭക്തിയുടെ ലഹരിയിലേക്ക് വരേണ്ടത് എന്നുള്ളതാണ് ഈ കുംഭമേള കാണിച്ചു കൊടുക്കുന്നത്.
ഇവിടെ നടക്കുന്ന യാഗങ്ങളും പൂജകളും ആചാര്യന്മാരുടെ സത്സംഗങ്ങളും എല്ലാം കേട്ടുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ മുഴുവൻ ആത്മനിർവൃതിയിലാണ്. കാരണം സത്സംഗങ്ങൾ വരുത്തുന്ന പരിവർത്തനം, ആചാരങ്ങൾ അവരിലുണ്ടാക്കുന്ന ഉത്സാഹവും ഉന്മേഷവും എല്ലാം ഇതിൻ്റെ പിന്നിലുള്ളൊരു തത്വം കൂടിയാണ്. ആത്മീയമായ ഉത്കർഷം, അതാണ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങെന്ന് പറയുന്നത്. അതിൽ കുംഭമേളയിൽ സ്നാനം ചെയ്യുക, ആചാര്യന്മാരെ സമ്മതിക്കുക, സന്യാസിമാരുടെ അനുഗ്രഹം നേടുക, ഇതാണ് കുംഭമേളയുടെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത്. സത്തുക്കളുടെ പാദം നമസ്കരിച്ചുകൊണ്ട് എല്ലാ തീർത്ഥങ്ങളും സന്യാസിമാരിൽ നിന്നാണ് തുടങ്ങുന്നത്. സന്യാസിമാരെ മഹാതീർത്ഥങ്ങളായി കണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങാനും, ഒപ്പം ഭാരതപ്പുഴ, ഭാരതത്തിന് മാത്രം അവകാശപ്പെടുന്ന, ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക നദി ഭാരതപ്പുഴയാണ്, നിള. നമുക്കറിയാം നിളയുടെ ചരിത്രം രക്തം മണക്കുന്ന യുദ്ധത്തിൻ്റെതായിരുന്നുവെങ്കിൽ ഇന്നത് മാറിക്കഴിഞ്ഞു. കാരണം ഒരു മഹാകുംഭമേള തരുന്ന സംസ്കാരത്തിൻ്റെ, നമ്മുടെ പൈതൃകത്തിൻ്റെ, അതേപോലെ തന്നെ ധർമ്മമേളയായിട്ട് കുംഭമേള മാറുകയാണ്. കുംഭം എന്ന് വെച്ചാൽ നിറവെന്നാണ്. നിറവിൻ്റെ മേളകൾ, ഒന്നിക്കലാണ് ഈ ഒരു സംഭവത്തിലൂടെ നടക്കുന്നത്. ഏറെ പ്രയാസപ്പെട്ടിരുന്നതിന് ആദ്യകാലത്തെന്ന് അറിയാം. ആദ്യം ആളുകൾക്ക് ഇത് അറിയാത്ത കാര്യം, ആദ്യം ഇത്തരത്തിൽ വലിയൊരു മേള, അതിനെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ ഇതൊക്കെ സാധ്യമാണോ എന്നുള്ള ചോദ്യം, പിന്നെ ഇതിനൊക്കെ സന്യാസിമാരെ പരിഹസിച്ചുകൊണ്ടുള്ള പലരുടെയും പ്രചാരണങ്ങൾ, ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിമിഷത്തിലൂടെ നിൽക്കുന്നതെന്ന് കാണുമ്പോൾ ഇത്രമാത്രം ആത്മനിർവൃത്തിയാണ് തോന്നുന്നത് നമുക്ക്. തീർച്ചയായിട്ടും നമുക്ക് ആത്മാഭിമാനം തരുന്ന അനുഭവങ്ങളാണിവിടെ. ഒരുപാട് എതിർപ്പുകൾ വന്നു, പക്ഷേ എതിർപ്പുകൾ നമുക്ക് ഒരുപാട് ശക്തിയും തന്നു. അമ്മ പറയാറുണ്ട്, സാധാരണ മിനുമിനുത്ത തറയിലൂടെ കത്തിക്ക് മൂർച്ച കൂടില്ല, പരിപരുത്ത തലത്തിലൂടെ വെക്കുമ്പോഴാണ് മൂർച്ച കൂടുന്നതെന്ന്. തിക്താനുഭവങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴാണ് നമ്മളൊന്ന് ഉണരുന്നത്. നമുക്ക് കൂടുതൽ ദൃഢത വരുന്നത് അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ കുംഭമേളയോടനുബന്ധിച്ച് പല 4 വശത്തുനിന്നും ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മഹത്വം. ഒരു ഐക്യപ്പെടലാണല്ലോ എല്ലായിടത്തും ശക്തി നൽകുന്നത്. സ്വാഭാവികമായിട്ടും വരും വർഷങ്ങളിൽ ഇരുകരകളിലുമായി നടക്കുന്ന ഈ കുംഭമേള, ഈ മഹാമഖം ഒന്നിച്ചൊരു കുംഭമേള ആകാനുള്ള ഒരു സാധ്യതകൾ എത്രമാത്രം ഉണ്ട്? ഒന്നിച്ചു കൂടാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരും കാലങ്ങളിൽ നമ്മൾ സംഘടനകളെല്ലാം, ഇപ്പം മണ്ഡലേശ്വർ സ്വാമി, ആനന്ദവനം ഭാരതിയും നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇത് 2ആയിട്ട് നടത്തുന്നത് കൊണ്ട് പലരും ചോദിക്കാറുണ്ട് ഇത് 2ആണോ എന്ന്. 2അല്ല. കാരണം ബ്രഹ്മാവിൻ്റെ ക്ഷേത്രവും ശിവക്ഷേത്രവും വിഷ്ണുവിൻ്റെ ക്ഷേത്രവും സംരക്ഷിക്കപ്പെടുക. ഇപ്പം നിങ്ങൾ 2 ക്ഷേത്രങ്ങൾ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ എത്രത്തോളം ആൾക്കാരാണ് ദർശനത്തിനെത്തുന്നത്. ഞാനിവിടെ വരുന്ന സമയങ്ങളിൽ ഒരു അന്ത്യത്തിരി പോലും ഇല്ലായിരുന്ന 2 ക്ഷേത്രങ്ങളാണ് ഇന്ന് ജനസഹസ്രങ്ങൾ തൊഴുതുന്നതും ആ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം കൂടിയാണ്. അവിടെ തിരുനാവായിൽ എന്താണേലും എല്ലാ ദിവസവും പിതൃകർമ്മത്തിന് ആയിരക്കണക്കിന് ആൾക്കാരെത്തുന്നുണ്ട്. അവിടെ ഒരു പുനരുദ്ധാരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ 2 സ്ഥലങ്ങളിൽ ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ ദേശത്തിൻ്റെ സാംസ്കാരികമായ ഉദ്ധാരണത്തിന് ക്ഷതത്തിൽ നിന്ന് രക്ഷിക്കേണ്ടതാണ് ക്ഷേത്രം. മൂല്യബോധമുണ്ടാക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ധർമ്മം. ഈ 2 ക്ഷേത്രങ്ങളെ നമ്മൾ പരിപാലിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ തവനൂര്, താപസനൂര് എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ യാഗഭൂമി കൂടി സംരക്ഷിക്കപ്പെടുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് 2 കരകളിൽ നിന്ന് 2 കരകളെ നമ്മൾ ദൃഢപ്പെടുത്തിക്കൊണ്ടുള്ള സാംസ്കാരികമായ കാര്യങ്ങളാണ് 2 കൂട്ടരും ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. കേരളം ആധുനിക ആരോഗ്യ പരിപാലന രംഗത്ത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സംസ്ഥാനമാണ്. കുറഞ്ഞ ശിശുമരണ നിരക്കും ഉയർന്ന ആയുർദൈർഘ്യവും പകർച്ചവ്യാധി നിയന്ത്രണവും വഴി കേരള മോഡൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്നു. എന്നാൽ ഈ തിളക്കമാർന്ന നേട്ടങ്ങൾക്കിടയിലും അല്പം ആശങ്കയോടെ നോക്കിക്കാണേണ്ട ഒരു മാറ്റം നമ്മുടെ യുവതലമുറയിൽ പ്രകടമാവുകയാണ്. തിരുവനന്തപുരത്ത് നടന്ന ദേശീയ യുവജന ദിനാഘോഷത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പങ്കുവച്ച കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ കവചങ്ങളിൽ വീഴുന്ന വിള്ളലുകളിലേക്കാണ്. സംസ്ഥാനത്തെ പുതിയ HIV ബാധിതരിൽ 15 മുതൽ 25 വയസ്സുവരെയുള്ളവരുടെ എണ്ണം കുത്തനെ ഉയരുന്നു എന്ന വസ്തുത വെറുമൊരു ആരോഗ്യ പ്രശ്നമല്ല, മറിച്ച് ഗൗരവകരമായ ഒരു സാമൂഹിക പാഠം കൂടിയാണ്.
പുതിയ HIV ബാധിതരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലുണ്ടായ വർധനവ് ഞെട്ടിക്കുന്നതാണ്. 2022 ആകെ രോഗബാധിതരിൽ 9% മാത്രമായിരുന്ന യുവജനങ്ങൾ 2024 എത്തുമ്പോൾ 14.2%, 2025 ആദ്യ പകുതിയിൽ തന്നെ അത് 15.4% ഉയർന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ HIV സാന്ദ്രത 0.20% ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റേത് 0.07 എന്ന കുറഞ്ഞ നിരക്കിലാണെന്നത് ആശ്വാസകരമാണ്. എങ്കിലും ഈ കുറഞ്ഞ നിരക്കിനുള്ളിൽ യുവജനതയുടെ വിഹിതം വർദ്ധിക്കുന്നത് വരും തലമുറയുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും സാരമായി ബാധിച്ചേക്കാം. എന്തുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായ യുവാക്കൾ കൂടുതലുള്ള കേരളത്തിൽ ഇത്തരം ഒരു പ്രവണത പ്രകടമാകുന്നത് എന്ന ചോദ്യം നാം ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ മാറുന്ന ജീവിത ശൈലികളും സാങ്കേതിക വിദ്യയുടെ അതിപ്രസരവുമാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ കാട്ടുപന്നിയെ അവശനിലയിൽ കണ്ടെത്തി. ശ്രീകാര്യം ചക്കാലമുക്കിന് സമീപമാണ് അവശനിലയിൽ പന്നിയെ കണ്ടെത്തിയത്. നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു. VV അരുണുണ്ട്. അരുണത് ജനവാസ മേഖലയാണ്. കാട്ടുപന്നിയൊക്കെ നഗരപ്രദേശത്തെത്തുക എന്ന് പറയുന്നത് അല്പം ഭീതി ഉണ്ടാക്കുന്ന കാര്യമൊക്കെയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇത് രാവിലെയാണ് ചക്കാലമുക്കിന് സമീപം റോഡിൽ കാട്ടുപന്നിയെ കണ്ടെത്തിയത്. വാഹനം ഇടിച്ച് പരിക്കേറ്റ നിലയിലാണ് പന്നിയെ കണ്ടത്. ശ്രീകാര്യം നഗരത്തോട് ചേർന്ന പ്രദേശമാണ്. ചക്കാലമുക്ക് കുറച്ചുകൂടി ഗ്രാമീണ മേഖലയെന്ന് പറയാവുന്ന പ്രദേശമാണ്. പ്രദേശത്തേക്കുള്ള വഴിയാണ്. അതായത് ഈ പൗടിക്കുളം, ശ്രീകാര്യം, ചെമ്പന്തി ഭാഗങ്ങളിൽ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണ്. നഗരത്തോട് ചേർന്നാണെങ്കിൽ പോലും അവിടെ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമാണ്. അതിനടുത്താണ് ഇന്ന് രാവിലെ പന്നിയെ റോഡിൽ വാഹനം ഇടിച്ച് പരിക്കേറ്റതിൽ കണ്ടെത്തിയത്. ആ ഭാഗത്ത് സാധാരണ നിലയിൽ കാട്ടുപന്നി ശല്യമുള്ള പ്രദേശമല്ല. അത് സ്വാഭാവികമായി ഏതെങ്കിലും വനമേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൃഷിയിടങ്ങളിൽ നിന്ന് വന്ന പന്നിയായിരിക്കാം എന്ന കണക്കൂട്ടലാണ്. അതായത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവശനിലയിലാണ് പന്നി. അതിനെ വനത്തിലേക്ക് വിടാനുള്ള. ശരി അരുൺ, ഇപ്പോൾ സ്ഥലത്തെ കൗൺസിലർ ശ്രീ അരുൺ വട്ടവിള, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അരുൺ, കേൾക്കാമോ? എന്താണ് ഈ കാട്ടുപന്നിയുടെ അവസ്ഥ? എന്താ ഇപ്പോ? അല്ലെ ഇപ്പൊ അത് വാഹനം തട്ടി അതിപ്പം കിടക്കുകയാണ് അവിടെ. അത് ചത്തിട്ടില്ല, ജീവനുണ്ട്. ഈ പ്രദേശത്ത് നേരത്തെ ഈ പന്നികളൊക്കെ വരുന്ന സ്ഥലമാണോ? അല്ല, അങ്ങനെ പന്നി ഈ കൂടുതലും ഈ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാവാനാണ് സാധ്യത. നമ്മുടെ ഈ വാർഡിന്റെ ഇപ്പൊ ഇത് 2 വാർഡാണ്. ഇപ്പം ഈ പന്നി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകാര്യം വാർഡിനകത്താണ് ഇപ്പൊ ഈ പന്നി വണ്ടി ഇടിച്ച് തട്ടി കിടക്കുന്നത്. അപ്പം കൃഷി സ്ഥലങ്ങളിൽ ആ ഭാഗങ്ങളിലൊക്കെ കൃഷിയുണ്ട്. വാഴ കൃഷിയൊക്കെ നടക്കുന്ന ഭാഗങ്ങളിൽ നിന്നായിരിക്കും വന്നത്. പൊതുവിൽ അവിടെ നമ്മുടെ ഈ ചെല്ലമംഗലം ശ്രീകാര്യം ഭാഗങ്ങളിൽ പന്നിയുടെ ശല്യം ഉണ്ട്. ഈ പോലീസോ വനംവകുപ്പോ ആരെങ്കിലും ഉണ്ടോ സംഭവ സ്ഥലത്ത്? അവിടുത്തെ കൗൺസിലർ, ഞാനിപ്പോ അവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അവിടുത്തെ കൗൺസിലർ അവിടെ ഉണ്ട്. ഞങ്ങളിപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ശരി അരുൺ. ഏതായാലും ഈ ഭാഗത്താണ് ശ്രീകാര്യം ചക്കാലമുക്കിന് സമീപമാണ് ഈ കാട്ടുപന്നിയെ കണ്ടെത്തിയത്. അത് വാഹനമിടിച്ച് അവശ നിലയിലാണ് പന്നി ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിയതോടെ കാസർഗോഡ് ഇനി ജാഥകളുടെ വസന്തകാലം. 3 മുന്നണികളുടെയും ജാഥകൾ ആരംഭിക്കുന്നത് കാസർഗോഡ് നിന്നാണ്. CPM-ന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും BJP-യുടെയും. നാളെയാണ് ഫെബ്രുവരി 6-നാണ് UDF-ന്റെ ജാഥ ആരംഭിക്കുക. ഫെബ്രുവരി 1-ന് CPM-ന്റെ ജാഥയും ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിൽ ഇനി ജാഥകളുടെ കാലമാണ്. ഏതായാലും ഫെബ്രുവരി 1-നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നാണ് ജാഥയുടെ മുദ്രാവാക്യമെങ്കിലും നിലവിൽ സമീപകാലത്ത് പാർട്ടിക്കെതിരെ ഉണ്ടായ വലിയ തോതിലുള്ള ആരോപണങ്ങൾ അതിൽ ജനങ്ങളോട് വിശദീകരിക്കുക എന്നായിരിക്കും ജാഥയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചർച്ചാ വിഷയമാകും. ഇതിന് മറുപടി പറയുന്ന ഒരു യാത്രയായി ഇത് മാറും. ഇതോടൊപ്പം തന്നെ ജോസ് കെ മാണി നയിക്കുന്ന ഒരു ജാഥയും ബിനോയ് വിശ്വൻ നയിക്കുന്ന ഒരു ജാഥയും ആരംഭിക്കുന്നുണ്ട്. അത് 3 ജാഥകളാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1-ന് കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 15-ന് പാലക്കാട്ട് സമാപിക്കും.
ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കുന്നത്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള ജാഥയും മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജീവമാക്കുക, ഇത് തന്നെയാണ് ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ജാഥ വലിയ മഹാറാലിയോടുകൂടി തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്ന രീതിയിലാണ് ജാഥ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന ജാഥയും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് സജീവമാവുകയാണ് കേരളം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ യാത്രകൾ തന്നെയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതോടൊപ്പം പ്രതിരോധം ഇത്തരത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതിന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഈ ജാഥയിലൂടെ സ്വീകരിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക. ഇതാണ് ഈ ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ചെറുതും വലുതുമായ മറ്റ് നിരവധി യാത്രകളും കാസർഗോഡ് നിന്നും സമീപ ദിവസങ്ങളിൽ തന്നെയുണ്ട്. ഘടകകക്ഷികളുടേതുണ്ട്, വിവിധ സംഘടനകളുടേതുണ്ട്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സജീവമാവുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ഇതിന് തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് നിന്നതാണ് ഏറ്റവും പ്രധാനം. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം ആയിങ്കലത്ത് കാറിടിച്ച് ലോറി ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ സ്വദേശി സിബിച്ചനാണ് മരിച്ചത്. പൂനെയിലേക്ക് ലോഡുമായി പോയ ലോറി റോഡരികിൽ നിർത്തി ഡ്രൈവർ ചായ കുടിച്ച് മടങ്ങവെയാണ് അപകടം. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടമുണ്ടാക്കിയത്. പത്തനംതിട്ട വകയാറിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീയിട്ടു. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെട്ട സിജു പ്രസാദിനെ പോലീസ് പിടിച്ചു. പൊള്ളലേറ്റ ഭാര്യ രജനിയും മകനും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ശശിനാരായണൻ, അല്പം മുമ്പാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഭർത്താവ് ഇപ്പോൾ പോലീസ് പിടിയിലാണ്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ്.